ഇൻഷാല്ലാ അത് ജിം എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ എൻ്റെ 20 ലക്ഷം രൂപയില് അത് തീർക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാല്ലാ അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തെങ്കിലും ചെയ്തേ ഉള്ളൂ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഇക്കുറിയും ഷിയാസിനെതിരെ പീഡന കേസ്. പക്ഷേ ഇക്കുറി പരാതിയുമായി കളത്തിലിറങ്ങിയത് ഒരു 60-കാരിയാണ്. ഷിയാസ് പറയുന്നത് ആ സ്ത്രീക്ക് തൻ്റെ അമ്മയുടെ പ്രായമുണ്ടെന്ന്. ചലച്ചിത്ര അഭിനേതാവും മോഡലുമാണ് ഷിയാസ്. പെരുമ്പാവൂർ സ്വദേശി. സിനിമ നടനാകണമെന്നതായിരുന്നു വലിയ ആഗ്രഹം. എന്നാൽ ബ്രേക്കിംഗ് റോളുകളൊന്നും കിട്ടിയില്ല. മോഡലിംഗിൽ അത്യാവശ്യമൊന്ന് പയറ്റി തെളിഞ്ഞു. പിന്നീടാണ് ബിഗ് ബോസിൽ പങ്കെടുക്കാനുള്ള അവസരം. ബിഗ് ബോസിലേക്കുള്ള എൻട്രി വലിയ ചർച്ചയാക്കി. തുടർന്ന് ഷിയാസ് കരീം അങ്ങനെ വിലസുകയായിരുന്നു. ബിഗ് ബോസിൽ അവസരമൊത്ത പല ഇൻഫ്ലുവൻസർമാരും ആ പേരുപയോഗിച്ച് പിന്നീട് സമൂഹത്തിൽ കസറി. ഇപ്പോഴിതാ ഷിയാസ് കരീമിനെതിരെ നിരവധി പീഡന കേസുകളാണ് ഉയരുന്നത്. പീഡനം മാത്രമല്ല പ്രശ്നം, പണം തട്ടിപ്പ്. ഞെട്ടിക്കുന്ന ഓഡിയോ സന്ദേശവും പുറത്തു വന്നു. ഇതത്ര നിസ്സാരമല്ല. ഈ ശബ്ദ സന്ദേശത്തിൽ ഒരു കാര്യം വ്യക്തമാണ്: താൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ നഗ്നചിത്രങ്ങൾ പുറത്തു വീണും. പോൺ സൈറ്റുകൾക്ക് നഗ്നചിത്രങ്ങൾ കൈമാറുമെന്ന ഭീഷണിയാണ് ആ യുവതിക്ക് നേരെ ഷിയാസ് കരീം ഉയർത്തുന്നത്. ഒന്നും രണ്ടുമല്ല, 49 ലക്ഷമാണ് ആ സ്ത്രീയിൽ നിന്ന് ഷിയാസ് കരീം തട്ടിയെടുത്തത്. നീ ആരാണെന്ന് നിനക്കറിയാമല്ലോ, പിന്നെ നീ ചുമ്മാ കിടന്ന് കൊഞ്ചല്ലേ, മോന്തക്കിട്ട് അടിക്കൂട്ടോ. ജിം എന്തായാലും ഞാൻ സെറ്റാക്കും. നിന്റെ അടുത്ത് നിന്ന് 20 ലക്ഷം വാങ്ങിയത് തീർക്കണമെന്നാണ് മനസ്സ് പറയുന്നത്. അത് തീർക്കും. എന്നും തനിക്കൊപ്പമുള്ള ചിത്രങ്ങൾ സ്റ്റാറ്റസായി ഇടരുത് എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഷിയാസ്. നിന്റെ ഈ സ്റ്റാറ്റസ് ഇടൽ ഒന്ന് കുറച്ചോട്ടോ, എൻ്റെ ഫോട്ടോ അധികമൊന്നും ഇടണ്ട, നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. ഈ സ്ത്രീയുടെ സുഹൃത്തുക്കളിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപ കടം വാങ്ങാൻ ഷിയാസ് ആവശ്യപ്പെടുന്നു. നീ എങ്ങനെങ്കിലും കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്യ്, എവിടുന്നേലും പൈസ കിട്ടാൻ വഴിയുണ്ടോ? 1-2 ലക്ഷം രൂപ നീ അവന് മെസ്സേജ് അയക്ക്, വോയിസ്. ഒരു 10 lakh rupees ആവശ്യമുണ്ട്, അത്യാവശ്യമാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു തരാം എന്ന് പറ. അവൻ എന്താ പറയുന്നതെന്ന് നോക്ക്. ഷിയാസിന്റെ ഭീഷണി സന്ദേശങ്ങൾ മാത്രമല്ല, പണം നൽകിയതിന്റെ അക്കൗണ്ട് വിവരങ്ങളും ഈ സ്ത്രീ പോലീസിന് കൈമാറി. 65 ലക്ഷത്തോളം രൂപ പലപ്പോഴായി തന്റെ കയ്യിൽ നിന്ന് ഷിയാസ് കരീം വാങ്ങി എന്നാണ് യുവതിയുടെ ആരോപണം. 49 ലക്ഷം രൂപയുടെ രേഖകളും കൈമാറി പോലീസിന്. പണം തിരികെ ചോദിച്ചപ്പോഴാണ് ഷിയാസിന്റെ തനിനിറം ഈ സ്ത്രീ കണ്ടത്. ആ സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ ഫോൺ സൈറ്റുകളിൽ ഉൾപ്പെടെ ഇടുമെന്ന് ഷിയാസിന്റെ മുന്നറിയിപ്പ്. യുവതി പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ ശാരീരികമായി ഉപയോഗിച്ചുവെന്നാണ്. കടുത്ത പീഡനം താൻ നേരിട്ടു എന്നീ സ്ത്രീ പറയുന്നു. മുൻപൊരു യുവതിയും ഷിയാസിനെതിരെ പരാതി നൽകിയിരുന്നു. അന്ന് ജിം ട്രെയിനറായി ഷിയാസിന്റെ ജിമ്മിലെത്തിയ യുവതിയായിരുന്നു പരാതിക്കാരി. ആ യുവതിയിൽ നിന്ന് പലപ്പോഴായി വലിയ പണം തട്ടി വിവാഹ വാഗ്ദാനം നൽകി അവരെ പീഡിപ്പിക്കുകയും ചെയ്തു. ഒരു വിധത്തിലാണ് ആ പരാതിയിൽ നിന്ന് അന്ന് ഷിയാസ് കരീം രക്ഷപ്പെട്ടത്. ഷിയാസ് പറയുന്നത് ആ സ്ത്രീക്ക് 60 വയസ്സ് പ്രായമുണ്ടെന്ന്. തൻ്റെ കുടുംബവുമായി വളരെ അടുപ്പമുള്ള ഒരു സ്ത്രീയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ കുടുംബം തനിക്കൊപ്പം നിൽക്കുന്നുവെന്ന് ഷിയാസ് പറയുന്നു. 60 വയസ്സുള്ള ആ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി തനിക്ക് പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഷിയാസിന്റെ ന്യായവാദം. എന്നാൽ ആ സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങളടക്കം ഷിയാസിന്റെ കയ്യിൽ എങ്ങനെ എത്തി? തന്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷമാകാറായി, എനിക്കൊരു കുഞ്ഞുണ്ട്, ഞാൻ മാന്യമായി ജീവിക്കുന്നുവെന്നൊക്കെ ഷിയാസ് ഇപ്പോൾ പറയുന്നു. മുൻപ് തനിക്കെതിരെ ഒരു പരാതി ഉയർന്നതുകൊണ്ട് ഇപ്പോൾ സ്ത്രീകളുമായി ഇടപെടാൻ പോലും തനിക്ക് ഭയമാണ് എന്നാണ് ഷിയാസിന്റെ പുതിയ വാദം. ഷിയാസിന്റെ കല്യാണത്തിനും റിസപ്ഷനും അബുദാബിയിലെ പരിപാടിയിലുമൊക്കെ സജീവമായി പങ്കെടുത്ത 60-കാരിയാണ് ഇപ്പോഴത്തെ പരാതിക്കാരി. പക്ഷെ ആ സ്ത്രീയുമായി ലൈംഗികമായി ഷിയാസിന് ബന്ധമുണ്ടായിരുന്നുവെന്നവർ ഉറപ്പിച്ചു പറയുകയാണ് പോലീസിന് നൽകിയ പരാതിയിലും മൊഴിയിലുമൊക്കെ. ഷിയാസ് പറയുന്നത് മറ്റൊരു കഥ. തൻ്റെ ഭാര്യയുടെയും ഉമ്മയുടെയും കയ്യിൽ നിന്ന് ഇവർ കുറച്ച് സ്വർണം വാങ്ങി, പെങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി. ഇതൊന്നും ഷിയാസ് അറിഞ്ഞിരുന്നില്ല. കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഇതൊക്കെ ഷിയാസ് അറിയുന്നത്. ഷിയാസിന്റെ ഫാമിലിയിൽ കയറി ഈ സ്ത്രീ കുറെ കളികളും കളിച്ചുവെന്നാണ് ഷിയാസിന്റെ ഇപ്പോഴത്തെ ആരോപണം. അതൊക്കെ പ്രശ്നമായപ്പോൾ ഇവർ സ്വർണം വാങ്ങിക്കൊണ്ടുപോയ കാര്യം ഞാൻ അറിഞ്ഞു. കാശും സ്വർണവുമൊക്കെ അവർ വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനും മറ്റുമായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് ബാങ്ക് ട്രാൻസാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. താൻ കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം എന്ന വാഗ്ദാനം നൽകി അവരുടെ കയ്യിൽ നിന്നും വലിയ തുക അടിച്ചെടുത്തുവെന്നൊക്കെ ഈ സ്ത്രീ മുൻപ് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ അതിനെതിരെ താൻ പരാതി നൽകിയിരുന്നു എന്നാണ് ഷിയാസിന്റെ ഇപ്പോഴത്തെ ന്യായവാദം. ആ കേസിൽ അവർക്ക് നോട്ടീസ് ചെന്നപ്പോൾ എൻ്റെ പേരിൽ ഇപ്പോഴൊരു കള്ളക്കേസുമായി അവർ ഇറങ്ങി. ഞാൻ അവരെ പീഡിപ്പിച്ചുവെന്നാണ് പറയുന്നത്. കേരള പോലീസിൽ, നമ്മുടെ കോടതിയിലും നിയമത്തിലും വളരെ വലിയ വിശ്വാസം തനിക്കുണ്ട്. ഇതൊക്കെ ഞാൻ തല ഉയർത്തി പറയും എന്ന് ഷിയാസ് കരീം പറയുന്നു. ഷിയാസ് കരീമിന്റെ കയ്യിലുള്ള നഗ്നചിത്രങ്ങളുടെ ഏകദേശ വിവരങ്ങൾ യുവതി പോലീസിന് കൈമാറി. ഈ സ്ത്രീയുടെ
ഇത്രയധികം നഗ്നചിത്രങ്ങൾ എന്തിനാണ് ഷിയാസ് പകർത്തിയത്? അത് പണം തട്ടാനായിരുന്നില്ലേ? 60-കാരിയായ സ്ത്രീ പ്രവാസിയാണ്, വിദേശത്ത് ദീർഘകാലമായി താമസിക്കുന്നു. ഷിയാസിനെ പരിചയപ്പെട്ട അന്നു മുതൽ ഷിയാസിന്റെ കടുത്ത ഫാനായി മാറി. അഭിഭാഷകൻ മുഖേന പാലാരിവട്ടം പോലീസിലാണ് ഈ സ്ത്രീ പരാതി നൽകിയിരിക്കുന്നത്. ജിം നവീകരണത്തിന് തന്റെ കയ്യിൽ നിന്ന് വലിയ തുക വാങ്ങി എന്ന പരാതിയിൽ അവർ ഉറച്ചു നിൽക്കുന്നു. 2.5 വർഷം മുമ്പും സമാനമായ ഒരു പരാതി. അന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും തൻ്റെ കയ്യിൽ നിന്ന് 11 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നും കാണിച്ചാണ് ഒരു ജിം ട്രെയിനർ പരാതിയുമായി രംഗത്തിറങ്ങിയത്. ജിം ട്രെയിനർമാരെ ആവശ്യമുണ്ട് എന്ന ഷിയാസ് കരീമിൻ്റെ ഒരു പരസ്യം. ഇത് കണ്ട് ജിമ്മിലെത്തിയ യുവതിയുമായി വലിയ ചങ്ങാത്തത്തിലായി ഷിയാസ്. ജിംനേഷ്യം പരിശീലകയായ യുവതിയുടെ പരാതിയിൽ അന്ന് കാസർഗോഡ് ചന്തേര പോലീസാണ് കേസെടുത്തത്. അന്നും തുക കൈമാറിയതിന്റെ തെളിവുകൾ ഷിയാസിനെതിരെ പോലീസിൽ ഹാജരാക്കാൻ യുവതിക്ക് കഴിഞ്ഞു. പിന്നീട് ഷിയാസ് പോലീസ് പിടിയിലായി. എറണാകുളത്ത് സ്വന്തമായി ജിംനേഷ്യം നടത്തുന്ന ഷിയാസ് ജിം ട്രെയിനർമാരെ ആവശ്യമുണ്ട് എന്ന് നിരന്തരം പരസ്യം കൊടുക്കും. സ്ത്രീകളെ ജിം ട്രെയിനർമാരായി എടുക്കും, അവരുമായി ചങ്ങാത്തത്തിലാകും. ഇങ്ങനെയായിരുന്നു യുവതിയുടെ പരാതിയുടെ വിശദാംശങ്ങൾ. 2023 മാർച്ച് 21 ചെറുവത്തൂരിലെ ഹോട്ടലിലേക്ക് തന്നെ വിളിപ്പിച്ചു വരുത്തി മർദ്ദിച്ചു, 2 തവണ ഗർഭചിത്രം നടത്തിച്ചു എന്നൊക്കെ പരാതിക്കാരി അന്ന് പോലീസിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഷിയാസ് കരീം പറഞ്ഞത് മറ്റൊരു കാര്യം. ഈ യുവതി മുൻപ് വിവാഹം കഴിച്ചിരുന്നു. ആ വിവരം തന്നോട് മറച്ചുവെച്ചാണ് താനുമായി അടുപ്പം പുലർത്തിയത്. ആദ്യ വിവാഹത്തിൽ ഒരു മകനുള്ള കാര്യം പോലും യുവതി തന്നിൽ നിന്ന് മറച്ചുവെച്ചു. ലൈംഗിക പീഡനം ഉണ്ടായിട്ടില്ല, പരസ്പര ധാരണയോടെയുള്ള ബന്ധമായിരുന്നു എന്ന് ഷിയാസ് അന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. ആ വിവാദങ്ങൾ ഒന്ന് കെട്ടടങ്ങിയപ്പോൾ ഷിയാസിന്റെ വിവാഹവും നടന്നു. ദീർഘകാല സുഹൃത്തായ ദർഫയെയാണ് ഷിയാസ് വിവാഹം ചെയ്തത്. ഷിയാസും ദർഫയും തമ്മിൽ 12 വയസ്സ് വ്യത്യാസം. താൻ ദർഫയെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ഒത്തിരി പ്രായക്കുറവാണ് എന്ന കാരണത്താൽ വിവാഹം മാറ്റിവെക്കുകയായിരുന്നുവെന്നാണ് ഷിയാസ് പിന്നീട് വിശദീകരിച്ചത്. ഇരുവരും തമ്മിലുള്ളത് 12 വയസ്സ് വ്യത്യാസം. ഇരുവരും തമ്മിലുള്ള സൗഹൃദം പിന്നീട് ശക്തമായി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഷിയാസിനൊരു കുഞ്ഞു പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ പുതിയ വിവാദവും തലപൊക്കി. പീഡനാരോപണം മാത്രമല്ല, പണം തട്ടൽ. അതാണിപ്പോൾ ഷിയാസിനെ കുരുക്കുന്നത്. തെളിവുകൾ കീറുകൃത്യം. ഷിയാസിനെതിരെയുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ട നടിയും മുൻ ബിഗ് ബോസ് താരവുമായ ലക്ഷ്മിപ്രിയ കളത്തിലിറങ്ങി. ഷിയാസിന്റെ പേരിൽ വന്ന പുതിയ കേസിന്റെ വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കിട്ട് കിതാബിൽ ഇത് പറഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ലക്ഷ്മിപ്രിയ പരിഹസിക്കുന്നു. നേരത്തെ ഭാര്യ ഗർഭിണിയാണ് എന്ന് വാർത്ത വെളിപ്പെടുത്താൻ സമയമായി എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഷിയാസ് കുറിച്ചിരുന്നു. ഇപ്പോഴിതാ ഓരോരോ പീഡന വാർത്തയും വെളിപ്പെടുത്താൻ സമയമായി എന്ന തലത്തിലാണ് സ്ത്രീകളും യുവതികളുമൊക്കെ മുന്നോട്ട് കടന്നു വരുന്നത്. ഷിയാസിന് അത്ര ഭദ്രമല്ല കാര്യങ്ങൾ എന്ന് വ്യക്തം. ആ സ്ത്രീ കട്ടയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ പണം വേണം, അതാണ് മുഖ്യം. ആ പണം തിരികെ കൊടുത്തിരുന്നു എങ്കിൽ ഇത്തരമൊരു കുരുക്കിൽ ഷിയാസ് ചെന്ന് പെടില്ലായിരുന്നു. എന്തായാലും വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് പുതിയ പരാതിയും അതിന് പിന്നിലെ പണം തട്ടലുമൊക്കെ. ഈ 1 പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. പോടിയൊന്നും കൊഞ്ചാതെ എന്നെ വരില്ല. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ, ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ച പിന്നെ നമ്മളാരും ശല്യപ്പെടുത്തില്ല. ഇൻഷാ അല്ലാഹ് അത് ജിം എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിന്റെ 20 ലക്ഷം രൂപയിൽ അത് തീർക്കണം എന്ന് എന്റെ മനസ്സ് പറഞ്ഞ. ഇൻഷാ അല്ലാഹ് അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തേ ഉള്ളൂ. അത് ഓക്കെ ആവാൻ എന്റെ മനസ്സ് പറയണം. ബാക്കി ഇത്തിരി ടൈറ്റ് വരെയിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാഹ് റെഡിയാക്കി എടുക്കണം. അതെന്തായാലും അത് അക്കൗണ്ട് വഴി 1 ലക്ഷം 10 ലക്ഷമൊക്കെ 5 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഇടുമ്പോൾ ഒരു സോഴ്സ് ചോദിക്കും. അതിന് പേര് നമ്മളെന്ന് പറഞ്ഞാൽ നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അക്കൗണ്ടിൽ ഇടുക, എന്നിട്ട് അത് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് പറയാലോ ജിമ്മിന്റെ വർക്കിന്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. അതങ്ങനെ ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ നല്ലത്, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് കേട്ടോ. ശരി.